ഔദ്യോഗിക വസതിയിൽ നിന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ ഒഴിപ്പിക്കാൻ കത്ത്. സുപ്രീം കോടതിയുടെ അഡ്മിൻ വിഭാഗം കേന്ദ്ര ഹൌസിംഗ് മന്ത്രാലയത്തിനാണ് കത്ത് നൽകിയത്. വിരമിച്ച ശേഷം നീട്ടി നൽകിയ കാലാവധിയും കഴിഞ്ഞെന്ന് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹം വിരമിച്ചത് നവംബർ മാസത്തിലായിരുന്നു. 2024 നവംബറിലായിരുന്നു വിരമിച്ചത്. സ്വാഭാവികമായും ഈ വീടൊഴിയാൻ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വീടൊഴിയാൻ വേണ്ടിയുള്ള ഒരു കാലാവധി നൽകുന്നത് 1 മാസമാണ്. അപ്പോൾ ഡിസംബറിലായപ്പോൾ അദ്ദേഹത്തിനോട് വീടൊഴിയണം എന്നുള്ള ലെറ്റർ നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് തനിക്ക് കുറച്ച് നാൾ കൂടി വീട് അനുവദിച്ച് തരണം എന്ന് തന്നെയായിരുന്നു. കാരണം പിന്നീട് അദ്ദേഹത്തിന് ശേഷം ചുമതലയേറ്റ സഞ്ജീവ് ഖന്നയും അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും കുറച്ച് നാൾ കൂടി അദ്ദേഹത്തിന് അനുവദിക്കുകയായിരുന്നു. 6 മാസമാണ് അനുവദിച്ചിരുന്നത്. അദ്ദേഹം 2 ഭിന്നശേഷിക്കാരായ പെൺകുട്ടികളെ എടുത്ത് വളർത്തുന്നുണ്ട്. അവർ ഇവിടെയാണ് എയിംസിലുള്ള ഡോക്ടർമാർ വന്ന് ചികിത്സിക്കുന്നത്. സ്വാഭാവികമായും ഈ ഒരു മാനുഷിക പരിഗണന കൂടി വെച്ചുകൊണ്ട് അവർക്ക് ഈ വീട് മറ്റൊരു വീട് റെഡിയാകുന്നത് വരെ അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. അങ്ങനെ തുഗ്ലക് റോഡിലെ 24ാമത്തെ നമ്പർ വസതി അദ്ദേഹത്തിന് അനുവദിച്ചതുമാണ്. പക്ഷേ അവിടെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാലതാമസം ഉണ്ടാകുന്നത്. പക്ഷേ നീട്ടിക്കിട്ടിയ കാലാവധി കൂടി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ജൂലൈ 1 മുതൽ ഇത് ഒഴിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് സുപ്രീം കോടതിയുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം നൽകിയിരിക്കുന്നത്. ഇത് സമീപകാല ചരിത്രം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ വസതി അദ്ദേഹം കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് വസതിയിൽ. അതുകൊണ്ട് ഒഴിപ്പിക്കണം എന്നുള്ള ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്.